ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. MJSS 10ാം ക്ലാസ് പരീക്ഷയിൽ ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാഠം 1 പഞ്ചഗ്രന്ഥ ക്രോഡീകരണം പഴയ നിയമം ഭാഗം 1 ഇതിൽ വരുന്ന പ്രധാന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതൊരു റിവിഷൻ മോഡലാണ്. എല്ലാ ഭാഗങ്ങളും കൃത്യമായി ഇവിടെ വിശദീകരിച്ചാണ് പോകുന്നത്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. പഴയ നിയമത്തിൽ പൂർത്തിയാകാത്ത ഒരു പുസ്തകമെന്ന് വിശേഷിപ്പിക്കുന്ന പുസ്തകം. ഉത്തരം പഞ്ചഗ്രന്ഥം. 2. പഞ്ചഗ്രന്ഥ പുസ്തകത്തിലെ ശ്രേഷ്ഠമായ വാഗ്ദാനമേത്? ഉത്തരം വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചുള്ള വാഗ്ദാനം. 3. വാഗ്ദത്ത നാട്. ഉത്തരം കനാൻ. 4. പഞ്ചഗ്രന്ഥം അവസാനിക്കുന്നത് എങ്ങനെ? ഉത്തരം വാഗ്ദത്ത നാടായ കനാന്റെ പടിവാതിക്കൽ ഇസ്രായേൽ ജനം എത്തുന്നതോടെ പഞ്ചഗ്രന്ഥം അവസാനിക്കുന്നു. 5. എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തിയാകുന്നത് ആരിലാണ്? ഉത്തരം ക്രിസ്തു. 6. കനാൻ യഥാർത്ഥത്തിൽ എന്തിന്റെ പ്രതീകമാണ്? ഉത്തരം സ്വർഗരാജ്യം. 7. സ്വർഗരാജ്യത്തിൽ അധിവസിച്ച് ജീവിക്കാൻ വേണ്ട നിയമം ക്രിസ്തുവിലൂടെയാണ് ലഭിക്കുക. ഏതാണ് ആ നിയമം? ഉത്തരം സ്നേഹത്തിന്റെ നിയമം. 8. പഞ്ചഗ്രന്ഥത്തിൽ പ്രധാനമായി ചിത്രീകരിക്കുന്നത് എന്ത്? ഉത്തരം ക്രിസ്തുവിൽ പൂർത്തിയാകുന്ന രക്ഷാകര ചരിത്രത്തിന്റെ ആദ്യഘട്ടം. 9. മോശയുടെ പുസ്തകം. ഉത്തരം പഞ്ചഗ്രന്ഥങ്ങൾ. 11. പാരമ്പര്യത്തിൽ പകുതിയിലധികവും ഏതു പുസ്തകത്തിലാണ് കാണുന്നത്? ഉത്തരം ഉൽപ്പത്തി. 12. പഞ്ചഗ്രന്ഥങ്ങൾ രൂപപ്പെട്ട വർഷം. ഉത്തരം BC 10ാം നൂറ്റാണ്ട് മുതൽ 5ാം നൂറ്റാണ്ട് വരെയുള്ള ഏകദേശം 500 വർഷം കൊണ്ടാണ് ഈ പുസ്തകങ്ങൾ രൂപപ്പെട്ടത്. 13. പഞ്ചഗ്രന്ഥത്തിന്റെ പ്രതിപാദന വിഷയം. ഉത്തരം അതിപുരാതനമായ ഒരു ചരിത്രമാണ് പഞ്ചഗ്രന്ഥത്തിന്റെ പ്രതിപാദന വിഷയം. 14. പഞ്ചഗ്രന്ഥത്തിന്റെ രചനയെ പ്രധാനമായും സ്വാധീനിച്ചിരിക്കുന്ന പാരമ്പര്യങ്ങൾ എത്ര? ഉത്തരം 4. 15. 4 പാരമ്പര്യങ്ങളുടെ സമുച്ചയം. ഉത്തരം പഞ്ചഗ്രന്ഥം. 16. ഡബ്ലറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. ഉത്തരം ആവർത്തനം. 17. അബ്രഹാമിന്റെ ഭാര്യ. ഉത്തരം സാറ. 18. സാറയുടെ മിസ്രൈമ്യ ദാസി. ഉത്തരം ഹാഗാർ. 19. പഞ്ചഗ്രന്ഥത്തിലെ ഏറ്റവും പുരാതനമായ പാരമ്പര്യം. ഇതൊരു പ്രധാന ചോദ്യമാണ്. ഉത്തരം യാഹ്വിസ്റ്റ് പാരമ്പര്യം. 20. യഹോവ അല്ലെങ്കിൽ ജാഹ്വേ എന്ന ജർമ്മൻ പദത്തിന്റെ ആദ്യ അക്ഷരം J ആണ്. ഏത് പാരമ്പര്യത്തെ സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഉത്തരം യാഹ്വിസ്റ്റ് പാരമ്പര്യം. 22. പഞ്ചഗ്രന്ഥ രചനയിൽ ആവർത്തന പുസ്തകത്തിൽ മാത്രം കാണുന്ന പാരമ്പര്യം ഏത്? ഉത്തരം ഡ്യൂട്രോണമിക്. 23. JEDP പാരമ്പര്യങ്ങളുടെ സംയോജനത്തിന് പറയുന്ന പേര്? ഉത്തരം പഞ്ചഗ്രന്ഥം. 24. പ്രീസ്ലി പാരമ്പര്യത്തിന്റെ മുഖ്യ പ്രമേയം. ഉത്തരം ആരാധനാ ജീവിതം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 25. ഡ്യൂട്രോണമിക് പാരമ്പര്യത്തിന്റെ മുഖ്യ പ്രമേയം. ഉത്തരം ശാശ്വതമായ ഉടമ്പടിക്ക് വേണ്ടി ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുന്നത്. 26. ഡ്യൂട്രോണമിക് പാരമ്പര്യത്തിൽ പരാമർശിക്കുന്ന പ്രധാന വ്യക്തി ആര്? ഉത്തരം മോശ. 27. ഏലോഹിസ്റ്റ് പാരമ്പര്യത്തിലെ മുഖ്യ പ്രമേയം. ഉത്തരം മോശ വഴിയുള്ള ഉടമ്പടി. 28. ഏലോഹിസ്റ്റ് പാരമ്പര്യത്തിൽ പരാമർശിക്കുന്ന പ്രധാന വ്യക്തികൾ ആരെല്ലാം? ഉത്തരം യാക്കോബ്, യോസഫ്, മോശ. 29. യാഹ്വിസ്റ്റ് പാരമ്പര്യത്തിന്റെ മുഖ്യ പ്രമേയം. ഉത്തരം പിതാക്കന്മാർക്കായുള്ള ആശീർവാദമാണ്. 30. യാഹ്വിസ്റ്റ് പാരമ്പര്യത്തിലെ പ്രധാന വ്യക്തി. ഉത്തരം അബ്രഹാം. 1 2 വാക്കിൽ ഉത്തരം എഴുതുക. 31. പഞ്ചഗ്രന്ഥം എന്നാൽ എന്ത്?
മോശയുടെ പുസ്തകങ്ങൾ എന്നാണ് പൊതുവെ പഞ്ചഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത്. BC 10-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെയുള്ള ഏകദേശം 500 വർഷം കൊണ്ടാണ് ഈ പുസ്തകങ്ങൾ രൂപപ്പെട്ടത്. ലോകോൽപത്തി മുതൽ അബ്രഹാമിന്റെ മക്കൾ ഒരു ജനതയായി രൂപം കൊണ്ട് വാഗ്ദത്ത നാടായ കനാന്റെ പടിക്കൽ എത്തി നിൽക്കുന്നത് വരെയുള്ള ഇസ്രായേലിന്റെ ചരിത്രമാണ് പഞ്ചഗ്രന്ഥത്തിന്റെ ഇതിവൃത്തം. വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചുള്ള വാഗ്ദാനമാണ് പഞ്ചഗ്രന്ഥത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വാഗ്ദത്തം. ഈ ഗ്രന്ഥം യഥാർത്ഥത്തിൽ ചൂണ്ടി നിൽക്കുന്നത് ക്രിസ്തുവിലേക്കാണ്. ക്രിസ്തുവിൽ പൂർത്തിയാകുന്ന രക്ഷാകര ചരിത്രത്തിന്റെ ആദ്യ ഘട്ടമാണ് പഞ്ചഗ്രന്ഥം ചിത്രീകരിക്കുന്നത്. 32. എന്താണ് സ്രോതസ്? ഉത്തരം: പഞ്ചഗ്രന്ഥങ്ങൾ ഇന്നത്തെ നിലയിൽ എഴുതുന്നതിന് സഹായിച്ച വാമൊഴി പ്രമാണങ്ങളും എഴുതപ്പെട്ടവയായി കണ്ടുകിട്ടിയിട്ടുള്ള പ്രമാണരേഖകളുമെല്ലാം ചേർന്നുള്ളതിനെയാണ് സ്രോതസ് എന്ന് പറയുന്നത്. 4 പ്രധാന പാരമ്പര്യങ്ങളാണ്, സ്രോതസ്സുകളാണ് പഞ്ചഗ്രന്ഥത്തിന്റെ രചനയെ പ്രധാനമായും സ്വാധീനിച്ചിരിക്കുന്നത്. 33. ഡബ്ലറ്റ് എന്നാൽ എന്ത്? 4 പാരമ്പര്യങ്ങളുടെ സമുച്ചയമാണ് പഞ്ചഗ്രന്ഥം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു സംഭവം ഒന്നിൽ കൂടുതൽ പാരമ്പര്യങ്ങളിൽ കാണാൻ കഴിയും. ഇങ്ങനെ ആവർത്തിച്ചു കാണുന്നതിനെയാണ് ഡബ്ലറ്റുകൾ എന്ന് പറയുന്നത്. ഒന്ന് മറ്റൊന്നിൻ്റെ തനിപ്പകർപ്പല്ല. ആശയത്തിൽ നിന്നും സാരമായ വ്യത്യാസങ്ങളില്ലാതെ ശൈലിയിലും ആവിഷ്കരണ രീതിയിലും തനതായ വ്യത്യാസങ്ങൾ അവ വെച്ചു പുലർത്തുന്നുണ്ട്. ഡബ്ലറ്റിന് ഉദാഹരണങ്ങൾ: 1 ഹാഗാറിന്റെ പാലായനം, ആദ്യ പുസ്തകം 16-4 മുതൽ 6 വരെ, 21-8 മുതൽ 21 വരെ. കൃത്യമായിട്ട് അധ്യായങ്ങളും വാക്യങ്ങളും എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പുസ്തകങ്ങൾ എഴുതാൻ പാടുള്ളൂ. പക്ഷെ എഴുതുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. 2 ഇസഹാക്കിന്റെ ജനനത്തെക്കുറിച്ചുള്ള അരുളപ്പാട്, ആദ്യ പുസ്തകം 17-15 മുതൽ 22 വരെ, 18-6 മുതൽ 15 വരെ. ഉപന്യാസം എഴുതുക എന്ന സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് അടുത്തത്. JEDP പാരമ്പര്യങ്ങൾ വിശദീകരിക്കുക. പഞ്ചഗ്രന്ഥം എന്നാൽ എന്ത്? അതിലടങ്ങിയിരിക്കുന്ന 4 പാരമ്പര്യങ്ങൾ ഏതൊക്കെ? വിശദീകരിക്കുക. കൂടാതെ ഓരോ പാരമ്പര്യങ്ങളെ പറ്റിയും ഉപന്യാസം എഴുതാൻ ചോദിക്കാം. കൃത്യമായി വാക്യങ്ങൾ, അധ്യായങ്ങളൊക്കെ പഠിച്ച് പുസ്തകങ്ങൾ പരാമർശിക്കാൻ ശ്രമിക്കണം. ഓരോ പാരമ്പര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഓരോ പാരമ്പര്യങ്ങളുടെയും രചനാകാലവും മുഖ്യ പ്രമേയം, പ്രധാന വ്യക്തികൾ എന്നിവ നോട്ട് ചെയ്ത് പഠിക്കണം. ഈ ഒരു റിവിഷൻ സെക്ഷൻ നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. കൂടുതൽ വീഡിയോസ് അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. നന്ദി.